നമസ്കാരം. അറസ്റ്റിലായ 20 പേർ, തകർന്നടിഞ്ഞത് 5 വൻ ആയുധ ശൃംഖലകൾ. ഇസ്രയേൽ പോലും അറിയാതെ ഇറാൻ കൊടുത്തത് നല്ല മുട്ടൻ പണിയാണ്. മധ്യപൂർവേഷ്യയുടെ ആകാശത്ത് മിസൈലുകൾ പറക്കുന്നതിനേക്കാൾ ഭീകരമായ ഒരു നിഴൽ യുദ്ധം ഭൂമിക്കടിയിൽ നടക്കുന്നുണ്ട്. എന്തായാലും ഇസ്രയേലിന്റെ ചാരക്കണ്ണുകളെ വെട്ടിച്ച് ഇറാന്റെ IRGC ചരിത്രപരമായ ആ തിരിച്ചടി നൽകി. ഇറാന്റെ മണ്ണിൽ ഇസ്രയേൽ വിരിച്ച വലയിൽ അവർ തന്നെ കുടുങ്ങി. ഏതായാലും അതിർത്തികൾ കടഞ്ഞ് രഹസ്യമായി ഒഴുകിയ തോക്കുകളും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തു എന്ന് മാത്രമല്ല, ഇതിന് പിന്നിലെ സൂത്രധാരന്മാരായ 20 പേരെയും ഇരുമ്പഴിക്കുള്ളിലാക്കി. ഏതായാലും ആയുധ വെടിക്കോപ്പ് കള്ളക്കടത്ത് ശൃംഖലകളെ തകർത്തതായാണ് IRGC പ്രഖ്യാപിച്ചതോടെ പശ്ചിമേഷ്യയിലെ രഹസ്യ പോരാട്ടം വീണ്ടും ആഗോള തലത്തിൽ ചർച്ചയാവുകയാണ്. ഇറാന്റെ അവകാശവാദ പ്രകാരം രാജ്യത്തിനകത്ത് കലാപവും ഭീകരാക്രമണങ്ങളും അസ്ഥിരതയും സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ഈ ശൃംഖലയുടെ പ്രവർത്തനം. ഇന്റലിജൻസ് ഓപ്പറേഷനുകളുടെ ഭാഗമായി 20 പേരെ അറസ്റ്റ് ചെയ്തതോടൊപ്പം വൻതോതിൽ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തു എന്ന വാർത്ത ഇറാനിയൻ മാധ്യമങ്ങൾ രാജ്യത്തെ അകത്തുനിന്നു തന്നെ കത്തിക്കുവാനുള്ള ഗൂഢാലോചന തകർത്ത ചരിത്ര നീക്കം എന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ സംവിധാനത്തിനും ദേശീയ സ്ഥിരതയ്ക്കുമെതിരെ പ്രവർത്തിച്ചിരുന്ന ഈ ശൃംഖലകൾ വെറും കള്ളക്കടത്ത് സംഘങ്ങളല്ല എന്നാണ് IRGC അവകാശപ്പെടുന്നത്. രാജ്യത്തിനകത്ത് കലാപം, ഭീകരാക്രമണം, ആഭ്യന്തര അസ്ഥിരത എന്നിവ സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ട് ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ഇവയെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും മെയ് 12 പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ ഇന്റലിജൻസ് ഓപ്പറേഷനുകളുടെ ഭാഗമായി 5 തീവ്രവാദ സെല്ലുകളിൽ നിന്നായി 20 പേരെ തിരിച്ചറിഞ്ഞ് കസ്റ്റഡിയിൽ എടുത്തതായാണ് IRGC പറയുന്നത്. ഇവരിൽ നിന്നും 50-ലധികം തോക്കുകളും 70 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളും 2000 വെടിക്കോപ്പുകളും അതായത് വെടിയുണ്ടകളും മറ്റു സൈനിക ഉപകരണങ്ങളും പിടിച്ചെടുത്തു എന്നും. എന്തായാലും ഈ വെളിപ്പെടുത്തലുകൾ ഇറാനിൽ വലിയ രാഷ്ട്രീയ സുരക്ഷാ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. കാരണം ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു സാധാരണ കുറ്റകൃത്യ ശൃംഖലയായി കാണാൻ സാധിക്കില്ല. അതങ്ങനെ കാണാൻ ഇറാൻ തയ്യാറുമല്ല. മറിച്ച് രാജ്യത്തിനകത്ത് ആഭ്യന്തര കലാപം സൃഷ്ടിക്കാൻ വിദേശ ശക്തികൾ നേരിട്ട് ഇടപെട്ടു എന്ന വാദമാണ് ഇറാനിയൻ ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാന്റെ ആഭ്യന്തര സ്ഥിരത തകർക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം ഇറാൻ വർഷങ്ങളായി ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ അറസ്റ്റുകളും ആയുധ ശേഖരങ്ങളും ആ ആരോപണങ്ങൾക്ക് പുതിയ ശക്തി പകരുന്നതാണ്. എന്തായാലും ഇറാന്റെ സർക്കാർ അനുകൂല മാധ്യമങ്ങൾ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പഴയ പരാമർശങ്ങൾ വീണ്ടും ചർച്ചയാകുന്നത്. എന്തെന്നാൽ ഡിസംബർ അവസാനവും ജനുവരി ആദ്യവുമായിരുന്നു ഇറാനെ ഏറ്റവും അധികം അസ്ഥിരത ബാധിച്ച കാലഘട്ടം. രാജ്യത്തിന്റെ പല നഗരങ്ങളിലും പ്രതിഷേധങ്ങളും അക്രമ സംഭവങ്ങളും പൊട്ടിപ്പുറപ്പെട്ടു. എന്നാൽ ഇറാന്റെ ആരോപണം അനുസരിച്ച് ഇവ സ്വാഭാവിക ജനകീയ പ്രക്ഷോഭങ്ങൾ മാത്രമായിരുന്നില്ല. അമേരിക്കൻ ഇസ്രായേൽ ചാര ഏജൻസികൾ പരിശീലിപ്പിച്ച സംഘങ്ങൾ തെരുവിലിറങ്ങി സുരക്ഷാ സേനയ്ക്കും സാധാരണക്കാർക്കും നേരെ ആക്രമണം നടത്തി എന്നാണ് അവർ പറയുന്നത്. രാജ്യത്തെ അകത്തുനിന്നും ദുർബലപ്പെടുത്തുക, ഭരണകൂടത്തിനെതിരെ ആഭ്യന്തര കലാപം സൃഷ്ടിക്കുക, ഒടുവിൽ ഒരു ഭരണകൂട മാറ്റ സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ നയിക്കുക. ഇതായിരുന്നു ആ ഗൂഢാലോചനയുടെ ലക്ഷ്യമെന്നാണ് ഇറാന്റെ വാദം. ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യയിലെ വലിയ ഭൗമിക രാഷ്ട്രീയ യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നും അമേരിക്കയും ഇറാനും തമ്മിലുള്ള അകൽച്ച ഇന്ന് തുടങ്ങിയതല്ല. 1979 ഇറാനിയൻ ഇസ്ലാമിക് സ്റ്റേറ്റ് വിപ്ലവത്തിന് ശേഷം ഇരു രാജ്യങ്ങളും നേരിട്ട് പരോക്ഷമായും നിരന്തരമായ സംഘർഷത്തിലൂടെയാണ് കടന്നുപോയിരുന്നത്. സാമ്പത്തിക ഉപരോധങ്ങൾ, രഹസ്യ ചാര പ്രവർത്തനങ്ങൾ, സൈബർ ആക്രമണങ്ങൾ, ഇവയെല്ലാം ലക്ഷ്യമിട്ടുള്ള കൊലപാതകങ്ങൾ, പ്രോക്സി യുദ്ധങ്ങൾ, ഇവയെല്ലാം ഈ നീണ്ട പോരാട്ടത്തിന്റെ ഭാഗം കൂടിയായിരുന്നു. എന്തായാലും ഇസ്രയേൽ പലപ്പോഴും അമേരിക്കയുടെ പ്രധാന പ്രാദേശിക സഖ്യകക്ഷിയായി പ്രവർത്തിച്ചിരുന്നു. ഫെബ്രുവരി അവസാനം ആരംഭിച്ച അമേരിക്ക ഇസ്രയേൽ ആക്രമണങ്ങളുടെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുകയും ചെയ്തു. ഇറാന്റെ കണക്കുകൾ അനുസരിച്ച് പ്രകോപനമില്ലാതെ സൈനിക നടപടികളാണ് അമേരിക്കയും ഇസ്രയേലും ആരംഭിച്ചത്. അതിന് മറുപടിയായി ഇറാൻ നടത്തിയ നിർണായക പ്രതികാര നടപടികൾ പശ്ചിമേഷ്യയിലെ ഒരു വലിയ യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ്. ഒടുവിൽ ഏപ്രിൽ 8 വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെട്ടു എങ്കിലും ഇറാനെതിരായ അമേരിക്കൻ സമ്മർദ്ദം അവസാനിച്ചിട്ടില്ല എന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. പ്രത്യേകിച്ച് സമുദ്ര ഉപരോധങ്ങൾക്കും സാമ്പത്തിക ഉപരോധങ്ങളെയും തുടർന്ന് അവർ അപ്രഖ്യാപിത യുദ്ധം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ IRGCയുടെ പുതിയ ഓപ്പറേഷൻ ഒരു സുരക്ഷാ നടപടി മാത്രമല്ല, ശക്തമായ ഒരു രാഷ്ട്രീയ സന്ദേശം കൂടിയാണ്. എന്താണെന്ന് വെച്ചാൽ രാജ്യത്തിനകത്ത് വിദേശ ഗൂഢാലോചനകൾ തകർക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന സന്ദേശമാണ് ഇറാനിയൻ ഭരണകൂടം ലോകത്തിന് നൽകുന്നത്.
ഇസ്രായേലിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ഇറാൻ പണി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ പകരം എന്നതിന് ഒരു സ്വാഭാവിക നിയമം മാത്രമാണ്. ഈ നീക്കത്തിന് ഇസ്രായേൽ നൽകാൻ പോകുന്ന മറുപടി എന്തായിരിക്കാമെന്ന് കാത്തിരുന്നു തന്നെ കാണാം. എന്തായാലും വരാനിരിക്കുന്നത് ഇതിലും വലിയ വെളിപ്പെടുത്തലുകളാകാം. ഒടുവിൽ ഏത് വൻ ശക്തികൾ ഒന്നിച്ചാലും എത്ര നിഗൂഢ തന്ത്രങ്ങൾ മെനഞ്ഞാലും അന്തിമ വിജയം സത്യത്തിന്റെ പക്ഷത്തായിരിക്കും. അത് ഈ ലോകം വരും ദിവസങ്ങൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്.